എല്ലാവർക്കും നമസ്കാരം. PSC എക്സാംസിൻ്റെ ഒരു കാലഘട്ടം തന്നെ വരികയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, KAS, 10th ലെവൽ, 12th ലെവൽ എല്ലാം. അപ്പോൾ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഉപദ്വീപീയ നദികൾ. നമുക്ക് ഉപദ്വീപീയ നദികളെപ്പറ്റി ഇന്ന് പഠിക്കാം. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, നർമ്മദ, താപ്തി, കാവേരി, കൃഷ്ണ. ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത് നർമ്മദയും താപ്തിയും, അതുപോലെ കിഴക്കോട്ടൊഴുകുന്നത് കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി. ഞാൻ സെപ്പറേറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. എല്ലാവർക്കും വേണമെങ്കിൽ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കാം. നമുക്ക് ഓരോ നദികളായിട്ട് പഠിക്കാം. ആദ്യത്തേത് മഹാനദി. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. ഒഡീഷയുടെ ദുഃഖം എന്നാണ് മഹാനദിയെ അറിയപ്പെടുന്നത്. ഉത്ഭവസ്ഥാനം അമർകണ്ടക് പീഠഭൂമി, സിഹാവ, ഛത്തീസ്ഗഡ്. അതായത് അമർകണ്ടക് പീഠഭൂമി ഛത്തീസ്ഗഡ് എന്ന സ്ഥലത്താണ്. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. പ്രധാന പോഷക നദികൾ ഇബ്, ടെൽ, ഷിയോനാഥ്. അടുത്തത് ഗോദാവരിയാണ്. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഗോദാവരി. അതുമാത്രമല്ല പൂർണ്ണമായും ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നു എന്ന പ്രത്യേകതയും ഗോദാവരിക്കുണ്ട്. നീളം 1465 കിലോമീറ്ററാണ്. ഉത്ഭവം ത്രയംബക് കുന്നുകൾ, നാസിക്, മഹാരാഷ്ട്ര. പ്രധാന പോഷക നദികൾ ഇന്ദ്രാവതി, ശബരി, പ്രാൺഹിത, പെൻഗംഗ, മഞ്ചീര, വർധ, പൂർണ്ണ. വൃദ്ധഗംഗ എന്ന പേരിലും ഗോദാവരി അറിയപ്പെടുന്നു. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടത്തുന്ന ഉത്സവമാണ് പുഷ്കാരം. പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത് കൃഷ്ണ നദിയാണ്. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. ഉത്ഭവം മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലാണ് മഹാബലേശ്വർ കുന്നുകൾ. നീളം 1400 കിലോമീറ്ററാണ്. പാതാളഗംഗ, തെലുങ്കുഗംഗ, അർദ്ധഗംഗ എന്നീ പേരിലും കൃഷ്ണ നദി അറിയപ്പെടുന്നു. പ്രധാന പോഷക നദികൾ തുംഗഭദ്ര, വർണ്ണ, മാലപ്രഭ, ഭീമ, മുസി, കൊയ്ന. പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത് കാവേരി നദിയാണ്. ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ബ്രഹ്മഗിരി കുന്നുകൾ കൂർഗ് ജില്ല, കർണാടകയിലാണ്. നീളം 800 കിലോമീറ്ററാണ്. ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതിയായ ശിവസമുദ്രം കാവേരി നദിയിലാണ് ഉള്ളത്. പോഷക നദികൾ ഒരുപാടുണ്ട്. പ്രധാനം കബനിയും ഭവാനിയുമാണ്. പാമ്പാർ, ബാക്കിയുള്ളത് പാമ്പാർ, അമരാവതി, അർക്കാവതി, ലക്ഷ്മണ തീർത്ഥം, ഹരംഗി. ഇതും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത് നർമ്മദയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഉത്ഭവം അമർകണ്ടക്, മൈക്കല നിരകൾ, മധ്യപ്രദേശിൽ നിന്നാണ്. നീളം 1312 കിലോമീറ്ററാണ്. മാർബിൾ ശിലയിൽ മനോഹര ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയെന്നും നർമ്മദയെ അറിയപ്പെടുന്നു. മധ്യപ്രദേശിൻ്റെ ജീവരേഖ, ഗുജറാത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു. പോഷക നദികൾ ഹിരൺ, ബെൻചാർ, താവ, കോലാർ, ഷേർ, ചോട്ടാ താവ. ഇതിൽ ഏറ്റവും പ്രധാനം കോലാർ ആണ്. പതിക്കുന്നത് അറബിക്കടലിലാണ്. അടുത്തത് താപ്തിയാണ്. താപ്തിയുടെ ഉത്ഭവം മുൾത്തായി റിസർവ് വനങ്ങളിൽ നിന്നാണ്. അത് ബേട്ടൂർ ജില്ല, മധ്യപ്രദേശിലാണ്. നീളം 724 കിലോമീറ്ററാണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് താപ്തിയെയാണ്. ഇതും പതിക്കുന്നത് അറബിക്കടലിലാണ്. പ്രധാന പോഷക നദികൾ പൂർണ്ണ, ഗഞ്ചൽ, അരുണാവതി, അനാർ എന്നിവയാണ്. ഇന്നത്തെ വീഡിയോ ഉപദ്വീപ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതെല്ലാവരും പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിന് ജോഗ്രഫിയിൽ ഉപദ്വീപീയ നദികൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്